നമ്മുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ISL 11ാം സീസണിലെ 15ാം മത്സരത്തിനായി ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ്. കരുത്തരായ പഞ്ചാബാണ് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വരുന്നത്. എന്തുവിധേനയും ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം നേടിയെടുത്താൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിജയം തന്നെയാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വയ്ക്കുന്നത്. പ്രധാനപ്പെട്ട 2 മാറ്റങ്ങളോടുകൂടിയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുക എന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നിലവിലോട്ട് തന്നെ കടക്കാം. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷിനെ തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു മാറ്റത്തിന് സാധ്യതകൾ കാണുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ നിന്നും വ്യത്യസ്തമായി ഹോർമി പാം അവിടെ സെന്റർ ബാക്കിൽ തിരികെ എത്തുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മിലോസ് റൺസിച്ചിനെയും നമുക്കവിടെ സെന്റർ ബാക്ക് സ്ഥാനത്ത് പ്രതീക്ഷിക്കാം. റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗും ലെഫ്റ്റ് ബാക്കിൽ നവൂച്ചയും കളിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് എത്തുമ്പോൾ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി കളിക്കുക നമ്മുടെ ഫ്രെഡിയും അതുപോലെ തന്നെ ഡാനിഷ് ഫറൂഖുമായിരിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണയും കളിക്കും. 2 വിങ്ങേഴ്സായി കളിക്കുക നോവാ സുദോയും അതുപോലെ തന്നെ മുഹമ്മദ് ഐമനും ആയിരിക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോറു സിംഗിന് പകരക്കാരനായി അവിടെ നമുക്ക് മുഹമ്മദ് ഐമനെ ആദ്യ 11-ൽ പ്രതീക്ഷിക്കാം. മുഹമ്മദ് ഐമൻ ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഐമനെ നമുക്കവിടെ ആദ്യ 11-ൽ പ്രതീക്ഷിക്കാം. അഥവാ അവിടെ ഐമൻ എത്തിയിട്ടില്ലെങ്കിൽ നമുക്കവിടെ കോറു സിംഗിനെ തന്നെ പ്രതീക്ഷിക്കാം. മുഹമ്മദ് ഐമന് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ സാധ്യത നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ഇന്നും ജീസസ് ജിമനസ് ഉണ്ടായില്ല. ജീസസിന് പകരമായി പെപ്ര തന്നെ ഗോളടിച്ച് കൂട്ടാനായി സ്ട്രൈക്കറായി കളിക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിലും ഇങ്ങനെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത്. എന്തായാലും മികച്ചൊരു മത്സരം തന്നെ ഇത് നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. കൂടാതെ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം നേടിയെടുക്കാനും ബ്ലാസ്റ്റേഴ്സിന് സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ആശംസിക്കാം, പ്രാർത്ഥിക്കാം.